നമുക്കെന്തെങ്കിലും കഴിച്ചാലോ മോളെ? ഡാ, ഇവിടെ അടുത്ത് നിന്റെ ഫേവറേറ്റ് ദോശ കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇല്ലേ? നമുക്ക് അവിടെ ഒന്ന് നിർത്തിയാലോ? സിനി, മുമ്പൊക്കെ ഈ വഴിക്ക് എവിടെ പോയാലും എന്റെ ഹോട്ടലിൽ കയറണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കില്ലായിരുന്നു ഇവള്. ചിലപ്പോഴൊക്കെ കരിഞ്ഞിട്ട് വരെയുണ്ട്. മോളെ, നീ ഒന്ന് ഫ്രീ ആവ്. എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക്. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് എന്താ കാര്യം? മോളെ, സത്യവതി മോൾക്ക് പറഞ്ഞു തന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. മമ്മി സമ്മതിച്ചു. പക്ഷേ എന്റെ താല്പര്യം എന്നാന്നറിയോ? മൂന്നാമതൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മൾ ജീവിക്കണമെന്ന്. എപ്പോഴും ഒരാൾ നമ്മളെ ജീവിതം ഉപദേശിക്കുക. നമുക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ മാത്രം, അല്ലേ? അപ്പൊ സത്യം പറഞ്ഞ അവരെ തോൽപ്പിക്കാനുള്ള മാർഗം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഈ ഉപദേശത്തിന്റെ പ്രസക്തി മോൾക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും മോൾ ഈ ദിവസത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കും. നിനക്ക് നാണക്കേട് തോന്നും. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവിടുന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയതാ. ഗാഥ മാഡം വണ്ടിയിലുള്ളപ്പോ ഇത്ര സൈലന്റ് ആയിട്ട് വണ്ടിയിൽ പോകുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. നോർമൽ ദിവസങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായേനെ? പാട്ടും മിമിക്രിയും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കൂവലും ഒക്കെ ആയിട്ട്. ഞാൻ വേറെ വണ്ടി വിളിച്ചു വരണോ? അതോ ഇവിടെ ഇറങ്ങി നടക്കണോ? ഇവിടുന്ന് എന്നെ വിളിച്ചോണ്ട് പോയി അപ്പുറോ ഇപ്പുറോ ഇരുന്ന് ഉപദേശിക്കാന്ന് ആരും വിചാരിക്കണ്ട. എനിക്ക് ഉപദേശം ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിക്കും. അപ്പൊ ഉപദേശിച്ചാ മതി. അല്ല തങ്കം, ഇത്ര പെട്ടെന്ന് എങ്ങനെ തങ്കത്തിന്റെ മനസ്സ് മാറിയത്? കൃഷ്ണനെ ഒരു കാരണവശാലും കളരിക്കലേക്ക് അയക്കില്ല എന്ന് തീരുമാനിച്ചതല്ലേ? ആ, അതിന്റെ കാരണം എനിക്കും അറിയണമേ. നീ വീട്ടിലേക്ക് വണ്ടി ഒന്ന് വിട്ടേ മോളെ.